കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ അഗ്നിരക്ഷാസേനയുടെ ഭാഗമായി മാറിയ ബേസിക് ട്രെയിനിംഗ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിച്ച 13 പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡ് സിയാൽ അക്കാദമി പരിസരത്ത് നടന്നു. ചടങ്ങിന്റെ വിശിഷ്ടാതിഥിയും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് MD-യുമായ എസ് സുഹാസ് IAS സേനയെ നിരീക്ഷിച്ചു. അഗ്നി സുരക്ഷാ സേനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവനും സ്വത്തിനും സുരക്ഷാ കവചം തീർക്കാൻ സേനയുടെ സന്നദ്ധത പ്രകടിപ്പിച്ച് സത്യപ്രതിജ്ഞ നടന്നു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അഗ്നിശമന സേനാ വിഭാഗത്തിലെ ഒരംഗമെന്ന നിലയിൽ സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും വ്യോമയാന സുരക്ഷയ്ക്കും അനുബന്ധ രക്ഷാപ്രവർത്തനങ്ങൾക്കും വേണ്ടതായ നിസ്വാർത്ഥ സേവനം നടത്തുമെന്നും പക്ഷഭേദം, സ്വജനപ്രീതി, വിദ്വേഷം എന്നിവയ്ക്ക് അതീതമായി എന്റെ പരമാവധി അറിവും. തുടർന്ന് നിഷാൻ സ്പർശ് എന്ന ചടങ്ങായിരുന്നു. സേനയുടെ സല്യൂട്ട് വിശിഷ്ടാതിഥി എസ് സുഹാസ് IAS സ്വീകരിച്ചു. ആൽവിൻ പോൾ, ആകാശ് AA, എബിൻ ആന്റോണിയോ, അജിൻ ആന്റോ K, അഖിൽ R നായർ, നാസിർ P, അഖിൽ S, പ്രണവ് P, അബിദ് അഹമ്മദ് MN, ശ്രീകുട്ടൻ KS, അഭിജിത്ത് AR, നിതീഷ് P, ജിതിൻ വിജയ് എന്നിങ്ങനെയുള്ള 13 പേരാണ് ഈ സേനയിലുള്ളത്. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഓവറോൾ ബെസ്റ്റ് കാൻഡിഡേറ്റ് നിതീഷ് P, ഇൻഡോർ ബെസ്റ്റ് കാൻഡിഡേറ്റ് ശ്രീകുട്ടൻ KS, ഔട്ട്ഡോർ ബെസ്റ്റ് കാൻഡിഡേറ്റ് അബിദ് അഹമ്മദ് MN, ബെസ്റ്റ് ലീഡർഷിപ്പ് ആൽവിൻ പോൾ എന്നിവർക്ക് വിശിഷ്ടാതിഥി ഉപഹാരം സമർപ്പിച്ചു. സേനയെ അഭിസംബോധന ചെയ്ത് വിശിഷ്ടാതിഥി എസ് സുഹാസ് IAS സംസാരിച്ചു. The event exemplified the discipline, dedication and commitment. It is learned that they have started their 16-week long training program in the month of September 2021. Since no institution in the country was offering the basic fire training at that time, due to COVID-19 pandemic, it was our CASL Academy which stood up and took the responsibility to train the candidates. It was a joint decision taken by ARFF and CASL, and I appreciate both the departments for putting their efforts in the successful completion of the program.
The program also deserves special mention as it had given training to other members of Kerala like Fire Service, BPCL, CASF, etc. തുടർന്ന് പരേഡ് അവസാനിച്ച് സേനാ അംഗങ്ങളുടെ PT ആൻഡ് യോഗ ഡെമോൺസ്ട്രേഷൻ നടന്നു. ബേസിക് ഫയർ ഫൈറ്റിംഗ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡുകളാണ് പിന്നീട് കാഴ്ചവെച്ചത്. ഒരു നനഞ്ഞ കമ്പിളി ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് അണയ്ക്കാൻ സാധിക്കും. ഇവിടെയും ഓക്സിജനെ പരിമിതപ്പെടുത്തുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ തീയിടന ശേഷം LPG എന്ന വാതക ഇന്ധനം പുറത്തേക്ക് വരാതിരിക്കാൻ റെഗുലേറ്റർ ഓഫ് ചെയ്യാനും മറക്കരുത്. വിവിധ അപകടഘട്ടങ്ങളിൽ സമയോചിതമായി അഗ്നിരക്ഷാസേന ഇടപെടുന്നതിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഇതിൽ നടന്നത്. നമുക്കറിയാം, വെള്ളം കൊണ്ടൊരിക്കലും ഒരു ഓയിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ സാധിക്കില്ല. വിവിധ രക്ഷാപ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് സഹായകരമായി ഈ ഡെമോൺസ്ട്രേഷൻ. ഇത്തരം അടിയന്തര സാഹചര്യത്തിൽ ട്രാപ്പിലകപ്പെടുന്നവരെ രക്ഷിക്കാൻ ആവശ്യമുള്ള പല ഉപകരണങ്ങളും അഗ്നിശമന സേനാംഗങ്ങളുടെ കൈവശമുണ്ട്. PDSO, ഹൈഡ്രോളിക് കട്ടർ, സ്പ്രെഡർ എന്നിവ ഇത്തരം റെസ്ക്യൂ ടൂൾസുകളാണ്. ആദ്യമായി ഒരു ഫയർ ഫൈറ്റർ ചെയ്യേണ്ടത് അപകടത്തിൽപ്പെട്ടവരെ കൂടുതൽ പാനിക്കാവാതെ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പവർ സോ ആണ്. സാധാരണഗതിയിൽ ലാസ്റ്റ് ഓപ്ഷനായിട്ടാണ് ഫയർ ഫൈറ്റേഴ്സ് ഇത് തിരഞ്ഞെടുക്കുന്നത്. ഡെമോൺസ്ട്രേഷന് വേണ്ടി ആദ്യം കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒരു ഹൈഡ്രോളിക് സ്പ്രെഡറാണ്. അതുപയോഗിച്ച് വളരെ നിസ്സാരമായ കമ്പികൾ സ്പ്രെഡ് ചെയ്ത് അകറ്റി ആ വ്യക്തിയുടെ ഒരു കൈ സ്വതന്ത്രമാക്കിയിരിക്കുകയാണ്. ഹൈഡ്രോളിക് കട്ടറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വലിയ വലിയ കമ്പികൾ പോലും പഴം മുറിക്കുന്ന ലാഘവത്തോടെ കട്ട് ചെയ്യാൻ ഈ എക്യുപ്മെന്റ് ഉപയോഗിച്ച് സാധിക്കും. ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നിറഞ്ഞ കൈയടി കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ഓരോ കയ്യടികളാണ് അവർക്കുള്ള പ്രചോദനം. നിങ്ങളേവരുടെയും കയ്യടികളാണ് അവർക്ക് പ്രചോദനമെന്ന് ഒരു വട്ടം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വിവരം കിട്ടിയതനുസരിച്ച് സ്ഥലത്തെത്തിയ റെസ്ക്യൂ ടീമിലെ ഒരാൾ നോമെക്സ്യൂട്ടും ബ്രീത്തിങ് അപ്പാരറ്റസും ഉപയോഗിച്ച് ആ കുടിലേക്ക് കാഷ്വാലിറ്റിയെ സെർച്ച് ചെയ്യാനായി കയറുന്നു. ഇതാ പുകയേറ്റ് ശ്വസിച്ച് അവശനായ കാഷ്വാലിറ്റിയെ ഡ്രാഗിംഗ് മെത്തേഡിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആംബുലൻസിലേക്ക് സ്ട്രെച്ചർ ഉപയോഗിച്ച് കയറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇത് ഫയർ ടെൻഡർ ഈസ് കമ്മിങ് ഫാസ്റ്റ്ലി. ഹട്ടിലേക്ക് എത്തിച്ചേരാനുള്ള റോഡിൽ അപ്രതീക്ഷിതമായി ഫയർ ഉണ്ടായിരിക്കുന്നു. റോഡിൽ തടസ്സമായി ഉണ്ടായിരുന്ന ഫയർ ടെൻഡറിന്റെ അണ്ടർ ടെക്നോസിൽ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ കെടുത്താൻ സാധിച്ചിരിക്കുന്നു. റൂഫ് ടർബിന്റെ ഡെമോൺസ്ട്രേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ CFTയുടെ അണ്ടർ ടെക്നോസിൽ നിന്ന് 3 മീറ്റർ ജെറ്റ് വിഡ്ത്തിൽ വെള്ളമോ ഫോമോ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എയർക്രാഫ്റ്റ് ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടി സ്പെഷ്യലായി ഡിസൈൻ ചെയ്ത വെഹിക്കിളാണ് എയർഫീൽഡ് ക്രാഷ് ഫയർ ടെൻഡർ എന്ന ACFT. ഒരേ സമയം 4 സൈഡ് ലൈനുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഈ CFTയിലെ 2 സൈഡ് ലൈനുകൾ ലേഔട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഓരോ ഹോസിൻ്റെ എൻഡിലും 0 ടോർക്ക് ഹാൻഡ് കൺട്രോൾ ബ്രാഞ്ച് ഉപയോഗിച്ചാണ് ഇവരിപ്പോൾ ഫയർ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ CFTക്ക് 12,000 ലിറ്റർ വാട്ടർ കപ്പാസിറ്റിയും 1500 ലിറ്റർ ഫോം കോൺസെൻട്രേറ്റ് ടാങ്ക് കപ്പാസിറ്റിയുമാണ് ഉള്ളത്. ഉയർന്ന പ്രഷറിലുള്ള ഹോസ് ഹോൾഡ് ചെയ്ത് ഒരു അഗ്നിശമന സേനാംഗം ഫയർ ഫൈറ്റ് ചെയ്യുമ്പോൾ വെല്ലുവിളിയാകുന്ന ജെറ്റ് റിയാക്ഷൻ, ഹോസിന്റെ മൊമെന്റം ഇനി എന്നിവ ഈ 13 പേരും ഉണ്ടാകും സേനാമുഖത്ത് സദാ ജാഗരൂകരായി.